സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, കൊതിപ്പിക്കുന്ന ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാനില്ലേ മാങ്ങ വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനും ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ചെനച്ചിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ 3 മാങ്ങയാണ്. അതിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചെനച്ച മാങ്ങ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്തതെല്ലാം ഇവിടെ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് പല മോഡലിൽ ഉണ്ടാക്കാറുണ്ടല്ലേ, ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതി നമ്മുടെ ആ ഒരു കച്ചൊക്കെ ഉണ്ടാക്കില്ലേ, കണ്ണൂർ കച്ച്, ആ രീതിയിലൊക്കെ ആട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 ഈത്തപ്പഴം വെള്ളത്തിൽ സോക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചാട്ടോ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ആ ഒരു പേസ്റ്റ് ഈ ഒരു മാങ്ങയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വെള്ളം വരും കേട്ടോ. അത്രയും ഒരു വല്ലാത്തൊരു സ്റ്റേജാണ് ഈ മിക്സ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പറയുന്ന സമയത്ത് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ആവുമ്പോൾ ഉണ്ടല്ലോ ഒന്നും കൂടെ അടിപൊളിയാണ്. ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മാങ്ങ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്